ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പറഞ്ഞ് വന്യമൃഗത്തിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് പിടിക്കുമെന്ന്. ഞാൻ ഇന്ന് വന്യമൃഗത്തിന് ആഹാരം കൊടുക്കാൻ പോകുന്നതിന്, അതായത് കാട്ടുപോത്തിന്. നമുക്ക് കാണാം എങ്ങനെയാണ്. ഏകദേശം കാട്ടുപോത്തിൻ്റെ അടുത്തെത്താറായി. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കാട്ടുപോത്തിന് ആഹാരം കൊടുക്കാൻ പോകും. നല്ല കിടിലൻ കാട്ടുപോത്താണ്. 6 എണ്ണം ഉണ്ട്, 1 2 അല്ല. ഒന്ന് ഭക്ഷണം കൊടുക്കണം, നമുക്കൊന്ന് കാണാം. എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ ഈ വീഡിയോക്ക്. ഞങ്ങൾ 1 വർഷം കൊണ്ട് ഇണങ്ങി നിന്ന് 6 കാട്ടുപോത്തിനാണ് ഇന്ന് ആഹാരം കൊടുക്കാൻ പോകുന്നത്. കാട്ടുപോത്തിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് പിടിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ഒരെളുപ്പമില്ല. അവന്മാർക്ക് ആഹാരമല്ലേ കൊടുക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ ആഹാരം കൊടുക്കുന്നത്? കണ്ട ഫുൾ വന്ന് നമ്മളെ വനത്തിനകത്തൂടെയാണ് പോണത്. ആനയ്ക്ക് പോത്തിനൊക്കെ ആഹാരം കൊടുക്കാൻ കണ്ടോ. കാട്ടുപോത്തിന് ഇന്ന് ഒരു വെറൈറ്റി ആഹാരമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതൊന്നും ഇതുവരെ നിങ്ങൾ കണ്ടു കാണില്ല. ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. കാട്ടുപോത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാട്ടുപോത്ത് പുല്ല് കുറച്ച് തിന്നിട്ടിട്ടേക്കണുണ്ടോ. അല്പനേരത്തെയുള്ള ബഹളമാണ് ഇവര്. നമുക്കൊന്ന് കാട്ടുപോത്തിനെ കാണാം. ഞാൻ കാട്ടുപോത്തിനെ വിളിക്കാൻ പോവുകയാണ്. 6 പേരുണ്ട്, 1 2 പേരിൽ. ആദ്യം ഞാൻ കണ്ണാടി ഒന്ന് വയ്ക്കട്ട്. കണ്ണാടിയുടെ ഒരു കാല് പോയി. കാല് പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഇടിയറ്റ് ഭക്ഷണമാണ് കാട്ടുപോത്തിന് കൊടുക്കാൻ പോണേ. അവന്മാരൊക്കെ വിളിക്കും, പാടാ അപ്പൂ, കുഞ്ഞാ, എടാ വേല, എടാ നരയപ്പൂ, ഓടിയാ കുട്ടമ്മ, കർണൻ. അങ്ങനെ 6 പേരുണ്ട്. ഇവരെ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് ആഹാരം എടുത്ത് വിളമ്പി വെച്ചതിന് ശേഷം നമുക്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കാണാം അല്ലേ. അപ്പം വേലപ്പൂക്ക് എവിടെ പോയി? കണ്ണാ ഓടി വാടാ. ഇവന്മാരെയൊന്നും വിളിച്ചിട്ട് കാണാനില്ലല്ലോ. ഇവിടെ ഒരാൾ നിന്ന് എങ്ങോട്ട് പോയാ? വരുന്നുണ്ട്. എന്തായാലും അവന്മാർക്ക് ആഹാരം ശരിയാക്കി വയ്ക്കാം. ആഹാരം ശരിയാക്കി വെച്ചതിന് ശേഷം അവരെ ഒന്ന് കാണിച്ചു തരാം, അവർക്ക് ആഹാരം കൊടുക്കുന്ന രീതിയും.
വീട്ടിലോട്ട് വരുന്ന റൂട്ടാണ്. ശ്രദ്ധിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കാണാം. 1-2 പേര് തലയെത്തി നോക്കുന്നുണ്ട്. ആഹാരം എടുത്ത് ക്ലിയറായി വയ്ക്കുമ്പോൾ മാത്രമേ അവന്മാർ വരൂ. അത് ഞാൻ വിളിക്കണം. അവന്മാരുടെ ആഹാരം ഒന്ന് ക്ലിയർ ആക്കിക്കോട്ടെ കേട്ടാ. ആഹാരം സെറ്റപ്പ് ആക്കിയതിന് ശേഷം അവന്മാരെ നമുക്ക് വിളിച്ച് കൊടുക്കാം. തീർച്ചയായും അവന്മാരെ കാണിക്കുന്നതാണ്. എന്തായാലും വീട്ടിൽ ആഹാരം കൊടുക്കുന്ന പോത്തൊന്നും ഇത്രയും വലുതാവില്ല. അത്രയ്ക്ക് സെറ്റപ്പാണ്. അവരെ ആഹാരമാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് ശരിയാക്കാം. ഇതെന്താണെന്ന് അറിയാലല്ലേ? കോഴിക്കാല്. അല്ല, ഇത് കോഴിത്തലയല്ലേ? കോഴിക്കാലെന്ന് ആര് പറഞ്ഞ? ഇത് കോഴിത്തലയാണ്. ഇതൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ തോടൊന്ന് കളയാം. അവന്മാർ തോടൊന്നും കഴിക്കൂല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പാചക രീതി നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാട്ടിലെ പോത്തിനെ കാണാനും അടുത്ത് ഇടപഴകാനും പറ്റും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, അറിയാമല്ലോ. അപ്പോഴും ഇനി ഈ വീഡിയോ കാണുന്നവരാരും തെറി കമൻ്റ് ഇടാതിരിക്കൂല. അത് വേറൊരു കാര്യം. കണ്ണാടി ഇല്ലെങ്കിൽ കണ്ണൊന്നും അത്ര ക്ലിയർ അല്ല. ഒരു കാല് പോയ കണ്ണാടി അതുകൊണ്ടാണ് വെച്ചേക്കണത്. മതി ഇത്രയും വലുതായിട്ടൊക്കെ ക്ലിയർ ആക്കി കൊടുക്കാൻ. കണ്ടാ? എൻ്റെ കണ്ണാടിയിൽ ഇപ്പോൾ കരിയാവുമല്ല. ഒന്നാമത് മനുഷ്യന് കഴിക്കണ പോലും അല്ല, ഇത് കാട്ടുപോത്ത് കഴിക്കുന്നതാണ്. കണ്ണാടി ഒടിഞ്ഞുപോയി. കണ്ണാടിയുടെ കാല്. ആർക്കെങ്കിലും ഒരു കണ്ണാടിയുടെ കാല് കൊടുക്കാണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. കാട്ടുപോത്തിനെയൊക്കെ നല്ല രീതിയിൽ അടുത്ത് നിന്ന് കാണണമെങ്കിൽ ഇതുപോലുള്ള വിദ്യകൾ ചെയ്യുക. വീഡിയോ ലോങ് ആയിപ്പോയെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ലോങ് ആണെന്ന് ആർക്കും തോന്നില്ല. അത്ര നല്ല വീഡിയോ ആണ്. ഇത്രയും വലിയ 6 പോത്തിനടുത്ത് കാണുന്നതാ. നാളെ നിങ്ങളും പറയും 2 പോത്തിനെ കാണിച്ചു തരാം, ഞാൻ അങ്ങോട്ട് വരുന്നെന്ന്. എൻ്റെ കണ്ണാടി നേരെ ഇരിക്കണില്ലല്ലോ. ഇതിനേക്കാളും കൊള്ളായിരുന്നു ഓല കണ്ണാടി. ഇനി നമുക്കിതിനെ ഒരു പേപ്പറിലോട്ടൊന്ന് മാറ്റാം. ഇതല്ല, കാരണം അവർക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കൊടുക്കണമല്ലോ. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇതവർ കഴിക്കാറില്ല. ഓക്കെ, ഇവന്മാർ ഇവിടെ പോയി. ഇവന്മാരെ കാണാനില്ലല്ലോ. ഓരോരുത്തരായിട്ടൊക്കെ തലയെത്തി നോക്കണം. ഇതിനൊന്ന് കഷ്ണങ്ങളാക്കിയാലോ. എൻ്റെ വാളും പരിചയമൊക്കെ ഇവിടെ പോയി. കഷ്ണങ്ങളാക്കി ക്ലിയർ ആക്കുമ്പോൾ അവന്മാർ വരും.
ഭയങ്കര നെയ് കോഴിത്തലയ്ക്ക്. കഷ്ണങ്ങളാക്കിയപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ട്. അതൊന്ന് നേരെയാക്കി എടുക്കട്ടെ. ഇത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കാട്ടുപോത്തിന് ആഹാരം കൊടുക്കണേന്ന് കണ്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. നല്ല ഒന്നാം തരം പോത്തുകുട്ടന്മാരെ ഇപ്പോൾ കാണിക്കുന്നതാണ്. വിളിച്ച അവന്മാർ ഉടനെ ഓടിയെത്തും. കഷ്ണങ്ങളൊന്ന് ആക്കി വെച്ചോട്ടെ. ഇത് മാത്രമല്ല, അവന്മാർക്ക് ആഹാരം വേറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി ഉണ്ടിട്ട് അവന്മാർ പോകും. ഓടിയ കോഴിത്തല ഇരുന്ന് ചിരിക്കണല്ല. നാടൻ്റെ തലയുണ്ട് ഭയങ്കര പാട്. ഇത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയാൽ മതി. അവന്മാരെങ്ങനെ കഷ്ടപ്പെട്ട് കടിച്ചോളും. ഇവിടെ ഇരി. ഇനി അവന്മാർക്ക് കൊണ്ടുവന്ന വേറെ ആഹാരം നമുക്കൊന്ന് കണ്ടാലോ. കണ്ടാ, ഇതെന്താണെന്നറിയാമോ? കോഴിക്കാല് കറി വെച്ച് പോത്തുകുട്ടന്മാർക്ക് കൊടുക്കാനുള്ള പച്ചമുളകൊക്കെ ഇട്ട് ഇടിവെട്ടും കറി. ഇടിവെട്ട് സുഗണനല്ല കറി. കണ്ടാ, നമ്മളെ സിനിമയിലെ രംഗൻ ചേട്ടൻ പറഞ്ഞതും അല്ല, നിന്ന് പൊളിക്കും. കണ്ടാ, നമുക്ക് അവന്മാർക്കുള്ള ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഒന്ന് നോക്കട്ടെ കേട്ടാ. അങ്ങനെയുണ്ടോ, നമുക്ക് നോക്കിയാലോ. കാട്ടുപോത്ത് അടിപൊളിയായിട്ട് കഴിക്കും. അത്രയും നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ട് പാചകം ചെയ്ത കോഴിക്കാല് കഷ്ണമാണ്. ഇതിൻ്റെ മണം കേട്ട അവന്മാർ വരച്ചേ, മണം ശ്വസിച്ച അവന്മാർ വന്നിരിക്കും. കണ്ടോ, സൂപ്പർ, നല്ല കിടിലം കോഴിക്കാലാണ്. വേറെ ഒന്നുമല്ല, കോഴിക്കാല് കഷ്ണമാണ്. കോഴിത്തല അവന്മാർക്കും കോഴിക്കാല് ഒരു കഷ്ണം എനിക്കും ബാക്കി അവന്മാർക്കുമാണ്. വണ്ടർഫുൾ. വെള്ളം എടുക്കാൻ മറന്നുപോയി. കണ്ടോ, ഒടിഞ്ഞ കാലം കണ്ണാടി വരെ ഇറങ്ങി വരണം ഇത് കഴിക്കാൻ. ഞാൻ പച്ചമുളകൊക്കെ ഇട്ടതാണ്. സൂപ്പറല്ലേ, അടിപൊളി. ഞാനാണ് കഴിക്കണമെങ്കിൽ രുചി നിങ്ങൾക്കല്ലേ തോന്നുന്നത്. അത്ര നല്ല കിടിലാണ്. കയ്യൊന്നും ഇത് പോട്ടുകുട്ടന്മാർ വന്ന് നക്കി വൃത്തിയാക്കിക്കോളും. ഇതിനെന്താണ് നിങ്ങൾ പറയണതെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയണതാണ്. ഇത് പോട്ടുകുട്ടന്മാർ വന്ന് നക്കി വൃത്തിയാക്കിക്കോളും. കണ്ണടച്ചാൽ തുറക്കാൻ തോന്നില്ല, അത്ര നല്ല കോഴിക്കാല്. അവന്മാർ വരുന്നുണ്ട്. അവന്മാർക്കുള്ള ആഹാരം ഓരോന്നായിട്ട് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ കഴിച്ച കോഴിക്കാല് എന്തായാലും ഊന്ന് കളയണമല്ലോ, അത് വിഴുങ്ങാൻ പറ്റത്തില്ല. ആദ്യത്തെ പോത്ത് കഴിക്കുന്നതാണ് ഈ കഷ്ണം. സൂപ്പർ ഏട്ടാ. ഓടിയാ ഓടിയാ എടാ, അപ്പു രാമ കൃഷ്ണ കുട്ട വാവേ വാ, ഓടിയരി ഓടിയാ ഓടിയാ. അമ്മമാർ വരുന്നുണ്ട്. അപ്പം അവന്മാർ വരുവേ, അമ്മരെ കാണിക്കുന്നതാണ്. ഇതൊക്കെ പോത്തോട്ടന്മാർ തിന്നില്ലെങ്കിലുള്ള വിഷയം. സത്യം അടിപൊളി ആഹാരമാണ്. ഇത് ഫോറസ്റ്റുകാർ കണ്ടാലും ഒന്ന് കഴിച്ചു പോകും. അത്ര നല്ല ആഹാരമാണ്. വാടാ അപ്പു.
സൂപ്പർ സൂപ്പർ സൂപ്പർ. പോത്തൂട്ടന്മാരെ ആഹാരം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, അടിപൊളി. അതിൽ വെള്ളം ഇറങ്ങി നിങ്ങളെ. പക്ഷെ മുളക് പൊടി കുഴയ്ക്കാൻ മറന്നു കേട്ടാ. ഈ മുളക് പൊടിയും കൂടെ കുത്തി ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ വെടിക്കെട്ടിയെന്ന്. ഓടേരിടാ ഓടേരി. അതാ ഓർത്തിറങ്ങി പറഞ്ഞു. വരും അവനെ കൂടെ വിളിച്ചോണ്ട് വരി. ഇവിടെ നിന്നാണെങ്കിൽ പാവാൻ തോന്നൂല. അതാ യുവന്മാരൊക്കെ നല്ല സഹകരണം തന്നെ കേട്ടാ. പെട്ടെന്ന് വരി. ഇത് സൂപ്പർ. കോഴിയുടെ തലച്ചോറ് സൂപ്പറായിരിക്കും. ബാക്കിലോട്ട് നടക്കണ കോഴിയുടെ തലയാണ്. പോത്തൂട്ടന്മാർ ഇത് കഴിച്ചില്ലെങ്കിലേ ഉള്ളു അഭിഷേകം. പെട്ടെന്ന് വരി. അമ്മമാരെല്ലാവരും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഓരോന്നായിട്ട് അമ്മമാർക്ക് കൊടുക്കാം. മുളക് പൊടിയൊക്കെ വെച്ച് ഉപ്പ് പച്ചമുളകൊക്കെ കയറി വെച്ച് അതും ഓരോന്നെടുക്കുക, ഇതും അവന്മാർക്ക് ഓരോന്ന് കൊടുക്കണം. കണ്ട പറയുന്ന എന്താ കൈ വരാൻ നക്കി തുടച്ചിട്ട് അവന്മാർ പോകുള്ളൂ ഇവിടെ നിന്ന്. ഇനി നിങ്ങൾ ആരും വീട്ടിൽ വെട്ടണ കോഴിയായിരുന്നാലും കടയിൽ നിന്ന് വാങ്ങിക്കണ കോഴിയായിരുന്നാലും കോഴിക്കാലൊന്നും കളയരുത്, കോഴി തലയും കളയരുത്. എല്ലാം കാട്ടുപോത്തിന് കൊടുക്കണം. ഇതുപോലെ അരിഞ്ഞ് ഓരോ കഷ്ണം മാറ്റി ചെറു കഷ്ണങ്ങളാക്കി മാറ്റി ഉണ്ടോ. ഇതുപോലെ ഇലയൊക്കെ വാട്ടി വച്ച് അവന്മാരെ വിളിച്ച് ഇതുപോലെ കൊടുക്കുക. അടിപൊളിയായിട്ട് അവന്മാർ ഓരോന്നായിട്ട് കഴിക്കും, പോവും. എന്താ എന്ത് നല്ല സൂപ്പറായിട്ടാണ്. ഓരോ കഷ്ണം ഓരോ ഇടാം. അമ്മമാർ വരും, വന്ന് കഴിക്കും, പോവും. കാന്താരി മുളകും കൂടെ വേണം വരുന്നത്. കിടിലായിരുന്നു ആന. അതിവിശാലമായ ഈ വനവും കോഴിത്തല ചുട്ടതും കോഴിക്കാല് കറി വെച്ചതും കാന്താരി മുളകൊക്കെ എങ്ങനെ ഇരിക്കുമെന്നറിയാം. ഇമ്മിടി പുളിക്കും, ഒരു പിടി പിടിക്കും. വാ ഒരു പൊളി അങ്ങ് പൊളിക്കും. മച്ചാമാനെ കോഴി കണ്ണൊക്കെ എന്തൊരു സൂപ്പറെന്ന് നോക്കണം. ഇതൊന്നും കളയാതെ തന്നെ ഈ പോത്തൂട്ടന്മാർ കഴിക്കും. ഭയങ്കര രുചിയാണ് കേട്ടോ അതൊക്കെ. സത്യം, പോത്തൂട്ടന്മാരുടെ ആഹാരം എന്ന് പറഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പം നിങ്ങൾ 2 പോത്തിനെ കണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി പോത്തിനെ കൂടെ നിങ്ങൾക്ക് കാട്ടി തരാവുന്നതാണ്. ഓ അമ്മമാരെ കണ്ടില്ല, ഇനി ഇറങ്ങിയില്ല അവന്മാർ. ഇടാ വാള എന്നിട്ട് കുഴപ്പമില്ല, അമ്മമാർക്ക് നമുക്ക് കൊടുക്കാം. ഓരോ കഷ്ണമായിട്ട് ഞാൻ കൊടുത്ത് പോത്തൂട്ടന്മാരെ 6 എണ്ണത്തിന് നിങ്ങളെ കാണിച്ചിട്ട് പോകുള്ളൂ. പെട്ടെന്ന് വരിടാ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാലും നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ ആണെന്ന്. വെറുതെ ഒന്നുമല്ല, അവന്മാരെ കാണിച്ചിട്ടേ വിടുള്ളൂ. ഞാൻ വിചാരിച്ചു അവന്മാരിങ്ങ് ഇറങ്ങിയതാണ് 2 എണ്ണം. അടാ അപ്പു കണ്ണ വന്ന് ഇറങ്ങിയതാണല്ലോ. ഞാൻ പറഞ്ഞ 2 പേരെ വന്നു. ഇവന്മാർ 6 എണ്ണം സൂപ്പറായിട്ട് കോഴി തലയും കാലും ഒക്കെ കഴിക്കും. നല്ല രസമില്ലേ വനത്തിൽ ഈ കാഴ്ച കാണാൻ. പോത്തൂട്ടന്മാർ 6 പേരും കൂടെ നിരന്നിരിക്കണേ കൂടെ കാണാനോ. എൻ്റെ കയ്യിൽ നിന്ന് കോഴിക്കണ്ണൊക്കെ വാങ്ങിച്ച് തിന്നുന്നത്. സൂപ്പർ. ഇത് കാന്താരി മുളകും കൂട്ടിയാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പോത്തുകുട്ടന്മാർക്ക് കൊടുക്കേണ്ടത്. കാന്താരി മുളകും കൂട്ടിയാണ്. കാന്താരി മുളക് കൂട്ടിയാണെങ്കിലും മുളക് പൊടിച്ചത് കൂട്ടിയാണെങ്കിലും നന്നായിട്ട് പോത്തുകുട്ടന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരമാണ് ഇത്. ഇവിടെ മാഡം അവിടെ ഇറങ്ങി നിൽക്കാതെ
പെട്ടെന്ന് വരി. ഓടി വരി. ഇത് കണ്ട അമ്മയുടെ ആഹാരമാണ്. പെട്ടെന്ന് വരി, പെട്ടെന്ന് വരി. ഈ കോഴിക്കാലെ കണ്ടല്ലോ അവന്മാർ കഴിക്കണ കണ്ടല്ലോ, കാണുന്ന നിങ്ങളുടെ ഞെട്ട്. വേണ്ട ഈ കറിയൊക്കെ കണ്ടല്ലോ. നമുക്ക് ഇതിലൊരു കഷ്ണം പോത്തുട്ടമ്മനെ വിളിച്ചൊന്ന് കൊടുത്താലോ? മച്ചാമാരെ സൂപ്പർ. ഇതുപോലെയൊക്കെ നിങ്ങൾക്കും ചെയ്യാം. ആഹാരം പാകം ചെയ്ത് ഇതുപോലെ പോത്തൂട്ടന്മാരെ വിളിച്ച് ഓരോ കഷ്ണന്മാർ ഇതുപോലെ അവർക്ക് കൊടുത്ത് നിങ്ങൾക്ക് അവരെ തൊട്ടൊന്ന് തള്ളോടാം. എന്താ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമോ? ഞാനല്ലാതാ ഇവന്മാരെയൊക്കെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തരുമോ? പെട്ടെന്ന് ഇറങ്ങി വേടാ സുഗുണ. ഇത് പൊന്നേര് എങ്കണ്ണനും വരുമെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ട അത്ര സൂപ്പർ. സൂപ്പർ മച്ചാമാരെ സൂപ്പർ. കോഴിക്കാല് ചാടണതോ തല കുത്തുന്നതോ ഒന്നും അല്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വെറുതെയാണെന്ന്. ഇപ്പോൾ കണ്ടോളി, ഇത്രയും കോഴിക്കാല് ഇറക്കിയിരിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചാലോ പോത്തുട്ടന്മാർ തലയും കുടഞ്ഞ് ഇങ്ങോട്ട് വരും. സൂപ്പറാണ്. പോത്തുട്ടന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ആഹാരമാണ് കോഴിക്കാലിറച്ചിയും കോഴിത്തല ചുട്ടതും. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ കഷ്ണമായിട്ട് അവന്മാരെ വിളിച്ച് കൊടുക്കാം. കിടുക്കാണ് കേട്ടോ. ഒറ്റക്കാലം കണ്ണാടിയായിരുന്നാലും ഇവനെയൊക്കെ നോക്കിയിരുന്ന് പോത്തുട്ടന്മാർക്ക് കൊടുക്കാൻ എന്ത് രസമാണെന്ന് നോക്കണം. എടാ പാച്ച ഇറങ്ങി വേണം. എന്നാ വാമ അപ്പു ദാസി വാ. കുഞ്ഞൂട്ടാ അവിടെയാടാ, പെട്ടെന്ന് വരികടാ. എപ്പോഴും കണ്ടാലും അമ്മ എന്ന് വിളിച്ചോണ്ട് വാടി. കാരണം ഇവന്മാരെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് ഇങ്ങനെ. ഇതുപോലെ ഓരോ കഷ്ണങ്ങൾ എടുക്കുക, പോത്തുട്ടന്മാരെ വിളിക്കുക, കൊടുക്കുക. ഓടിയടാ വരികടാ. ഇപ്പൊ നോക്കണേ അവന്മാർ പറഞ്ഞിപ്പോ കണ്ടല്ലോ. സുഗുണം വന്ന് തലയെത്തി നോക്കുന്നുണ്ട്. ഇറങ്ങി വാടാ, നാണപ്പനെ കൂടെ കൂട്ടിക്കോ. അതിപ്പോ വരും. വിടുതാ. അമ്മമാർക്കറിയാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ആഹാരം കൊണ്ടുവന്ന് അമ്മമാർ കഴിക്കാതെ പോകൂല. അമ്മമാർക്കറിയാം. ഭയങ്കര രസം തന്നെ സംഭവം കേട്ടാ. ഉടങ്കല്ലി മുളകൊന്ന് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിനെ അതിലോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചാലോ? അത് ഞാൻ അമ്മമാർക്കൊന്ന് കൊടുത്താലോ? അമ്മമാർ ബോന്നങ്ങനെ ആക്കും ഇതും കഴിച്ചിട്ട്. പയടാ ഉറുമ്പൊക്കെ കയറി പറഞ്ഞു. ഇങ്ങനെ തരൂട്ടോ ഞാൻ. എൻ്റെ പോത്തുട്ടന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഇത്. എന്താ സുഗുണം വരെയാണ്. വാമനും ഉണ്ട്. അപ്പുറത്തുനിന്ന് പറഞ്ഞത് തൊട്ടി സുഗണൻ. എന്താ പറഞ്ഞണ്ട രണ്ടു മരുങ്ങത്ത് താറായി. പെട്ടെന്ന് വരി. നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ഓരോ നേരത്തെ ആഹാരം പോത്തുട്ടന്മാർക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഉമ്മമാരെ പരിചയപ്പെടാം.
കോഴിയിലെ കണ്ണൊക്കെ ഇതുപോലെ ഇളക്കി അങ്ങ് കൊടുത്താണ്ടല്ലോ അമ്മയുടെ ഒരു പിടി അങ്ങ് പിടിക്കും. അമ്മയാണോ തന്നെ സത്യമായിട്ടും നമ്മൾ അമ്മയാണ് തന്നെയെന്ന് പറയും. ചില ആൾക്കാർ അമ്മച്ചാണ് തന്നെയെന്ന് പറയും. സത്യമായിട്ടും അമ്മേരം കഴിച്ചോളൂ. എന്ത് സൂപ്പറായിട്ടിരിക്കണമെന്ന് അറിയാം അമ്മർക്കുള്ള ആഹാരം. വേലായതിൻ്റെ അപ്പുറത്തിരുന്ന രാജപ്പൻ എവിടെ പോയാ? ഓടിയോ ആടാ സുഗുണ. മണ്ട ഇറങ്ങി വാ. ഇത് നാടൻ തലയാണ് കേട്ടാ. ഇത് ഉമ്മോട് കഴിക്കാൻ ഭയങ്കര പാടാണ്. എടാ വരികടാ, നിങ്ങളെ കോഴിത്തല ഇരുന്ന് എപ്പോഴേ വിളിക്കണ്. കോഴിത്തല, കോഴിക്കാല്, ആര് വരി. പകുതി പോയ കോഴിത്തലയുടെ ഒരു മുട പല്ല് പോയാലും വേണ്ടൂല. കണ്ണടിയിൽ കുറച്ച് തെറിച്ചോള്, തോനെയൊന്നും തെറിച്ചിട്ടില്ല. നാടൻ തലയിലെ ഒരു സ്വഭാവേ അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. സൂപ്പറാണ് കേട്ടോ. ഈ തലയ്ക്കകത്തുന്ന തരത്തിൽ ഉടങ്കല്ലി മുളക് വലിച്ചീറി ഒട്ടിച്ച് കഴിക്കണം. സൂപ്പറാണ്. എന്നാ നാളെപ്പാ അവന്മാർ രണ്ടുപേരും വന്നതിന് ശേഷം നാണപ്പനും വേലായത്തിനും കൂടെ അവിടെ ഇറങ്ങി നിൽക്കുന്നു. വാ സൂപ്പർ മച്ചന്മാരെ, സൂപ്പർ. പക്ഷെ മുളക് പൊടി കുഴച്ചത് ഞാൻ കൊണ്ടുവന്നതാണല്ല, അത് വേല ഇത് എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. മുളക് പൊടി കുഴച്ച് ഞാൻ കൊണ്ടുവന്നേണ്. നാടൻ തല കടിക്കാൻ ഭയങ്കര പാടി തന്നെ കേട്ടാ. അടിട്ടാ എല്ലേന്ന് ചാടിപ്പാടും ചെയ്യരുത്. ഇമാരത് പറഞ്ഞേ കേൾക്കൂല. ആ പൊട്ടൻ വേണു വരുന്നുണ്ട്. വരാനാ ഇപ്പൊ വരും. പെട്ടെന്നായേ. പൊട്ടൻ വേണു അവിടെ വേടാ. ഈ പൊട്ടൻ വേണു എന്ന് പറഞ്ഞാൽ പോത്തുണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആഹാരമൊക്കെ. അവൻ നിന്ന് അങ്ങ് തട്ടും. ഉടങ്ങല്ലും മുളകൊക്കെ അറുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്താണല്ലോ, ഒരു നിമിഷം കൊണ്ടാണ് അവൻ കഴിക്കുന്നത്. നിങ്ങളിതുപോലെയൊക്കെ ചെയ്യുക. എന്നും രാവിലെ ഒരു നേരത്തെ ആഹാരം കാട്ടുപോത്തിന് കൊടുക്കുക. വയറുകുത്ത്. തല എന്നെ നോക്കി ചിരിക്കുന്നത് അത് വേറൊരു കാര്യം. വേലായതിന് നാണപ്പണക്ക് നിരന്ന് വരികയാണ്. 6 പേരുണ്ടെന്ന് തോന്നുന്നു. 6 പേരുണ്ട്. പെട്ടെന്ന് വരെ. ഞാൻ ഇരിക്കാൻ വന്നാൽ എനിക്ക് വല്ലതും കിട്ടും. ഞാൻ എഴിച്ച് പോയി കഴിഞ്ഞാൽ അമ്മയുടെ സത്യം എനിക്കൊന്നും കിട്ടൂല. പോപ്പനാണ് കേട്ടോ, സത്യമായിട്ട്. കണ്ണാടിയൊക്കെ നേരെ വയ്ക്കട്ടെ. കോഴിത്തല ചുട്ട് കടിക്കുക എന്നത് പൊളപ്പനാണ്. നല്ല മുളക് പൊടിച്ചതും പച്ചമുളക് കീറിയതും കൂടെ ഒക്കെ വെച്ച് അങ്ങനെ അടിച്ചു വിട്ടാണല്ലോ അമ്മ. സൂപ്പർ.
ഇതിലൊരു കഷ്ണം കൂടെ അമ്മമാർക്ക് കൊടുത്താലോ? ഇത് കോഴിയുടെ കരളാണ്. സൂപ്പർ, അതിഗംഭീരം. നമുക്ക് ഇതിലിരിക്കുന്ന ആഹാരം കാട്ടുപോത്തിന് കൊടുക്കാം. കണ്ടല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് എന്ന് മാത്രമല്ല, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക. അതിന് നിങ്ങൾ എനിക്ക് വേസ്റ്റായിട്ട് തരുമെന്ന് എനിക്കറിയാം. കാട്ടുപോത്ത അണ്ണന്മാർക്ക് 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പേർക്കുള്ളതും കൂടെ കൊടുക്കാനുണ്ട്. അത് അല്പം കഴിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇതാ വരുന്ന ഉമ്മാർ. ഇവന്മാർ എപ്പോഴാണ് പറഞ്ഞത്? ഇവിടെ നിറങ്ങി വരികടാ, ഇത്ര നേരം കണ്ടില്ലായിരുന്നു. ഹായ് മച്ചാമാരെ, ഹായ് ഹായ്. അടുത്ത വീഡിയോയുമായി പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ